ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രമെടുത്താൽ BJP രൂപം കൊണ്ടതിന് ശേഷം ഇതാദ്യമായി കേരളത്തിൽ നിന്ന് ആ പാർട്ടിക്ക് ഒരു ജനപ്രതിനിധിയെ കിട്ടി. തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി. അദ്ദേഹം ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമോ? സംഭവിച്ചാൽ കേരളത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? അല്ല, സംഭവിക്കുന്നുള്ള ഉറപ്പാണല്ലോ. കാരണം കേരളത്തിന് പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ഇല്ലാതിരുന്ന സമയത്തും BJP സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നു. ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വി മുരളീധരൻ ഉണ്ടായിരുന്നു. കേരളത്തിന് ഭാവിയിൽ BJP ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യയാണ്. നമ്മൾ വളരെ പ്രകടമായി തെരഞ്ഞെടുപ്പിൽ കണ്ടു. മോദി കേരളം മുതൽ ആന്ധ്ര വരെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം വന്നിരുന്നു. അതിൻ്റെ റിസൾട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP മുന്നണിക്ക് 18%, 4% നിന്ന് 18%ലേക്ക് സീറ്റ് ഷെയർ പെർസെൻറ്റേജ്, സീറ്റ് വന്നിട്ടില്ലെങ്കിലും പെർസെൻറ്റേജ് കൂടി. അവിടെ ADMK കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗണ്യമായ വലിയ വിജയം നേടാൻ പറ്റുമായിരുന്നു. ആ മുന്നണി എങ്ങനെ ഇല്ലാണ്ടായി, ആ സഖ്യകക്ഷി എങ്ങനെ പോയി എന്നൊക്കെ ഒരുപക്ഷെ BJP പരിശോധിക്കുമായിരിക്കും. അപ്പോൾ കേരളത്തിന് പ്രാതിനിധ്യം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഇനി ഞാൻ കരുതുന്നത് കേരളത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനം വന്നു. സുരേഷ് ഗോപിക്ക് ആ മെസ്സേജ് കൈമാറി. അങ്ങനെ സുരേഷ് ഗോപി ദില്ലിയിലെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, നമുക്ക് ഏറ്റവും അവസാനം കേരളത്തിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നത് നമ്മുടെ AK ആൻ്റണി, വയലാർ രവി, K കരുണാകരൻ, പിന്നെ CM സ്റ്റീഫൻ തുടങ്ങിയവരാണ് കേരളത്തിൽ നിന്ന്. K കരുണാകരൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവരൊക്കെയാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിമാരായത്. 10 വർഷം മുമ്പ് KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. പക്ഷെ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. ഇല്ല. ഒരുപാട് കാലത്തിന് ശേഷം കേരളത്തിന് ഒരു ക്യാബിനറ്റ് റാങ്ക് മന്ത്രിയെ തന്നെ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുരേഷ് ഗോപി അത് അർഹിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ പറഞ്ഞു കേട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ സീറ്റ് കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഒരാലോചന ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് പ്രധാനമന്ത്രിയോട് തന്നെ തനിക്കത് വേണ്ട എന്നും, ഞാൻ ജയിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പാർലമെൻറ്റിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അറിയില്ല, കഥകളിലൊന്നാണ്. കഥയാവാം, കാര്യമാവാം. സുരേഷ് ഗോപി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും വരാം. ഈ സുരേഷ് ഗോപി പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണ്. അയാൾ ഒരുപാട് പേരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പുങ്കത്തരമാണ്, പൊള്ളത്തരമാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ സുരേഷ് ഗോപി പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ സുരേഷ് ഗോപി കാണരുത്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ സംസാരിക്കട്ടെന്നേ. നിങ്ങൾ മുരളീധരൻ സംസാരിക്കുന്ന പോലെയും K കരുണാകരൻ്റെ മകനായ മറ്റേ മുരളീധരൻ സംസാരിക്കുന്നത്, അക്കൗണ്ട് തുറക്കാൻ പോയിരിക്കുകയാണല്ലോ ബാങ്കിൽ, അദ്ദേഹം സംസാരിക്കുന്നത് പോലെയും പിണറായി വിജയൻ സംസാരിക്കുന്നത് പോലെ അച്ചടി ഭാഷയിൽ, അല്ലെ പ്രേമചന്ദ്രൻ സംസാരിക്കുന്നതിൽ വായിലൊരു പ്രിൻറ്റിംഗ് പ്രസ്സുമായിട്ട് നടക്കുന്ന പ്രേമചന്ദ്രനെ പോലെയൊക്കെ സുരേഷ് ഗോപി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് ശടിക്കാതിരിക്കുക. അദ്ദേഹം വേറൊരു മനുഷ്യനാണ്. നമ്മൾ കണ്ടിട്ടുള്ള സുരേഷ് ഗോപി ഈ രാഷ്ട്രീയക്കാർ സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങളൊന്നും പുള്ളിക്കറിയില്ല. പുള്ളി ചിലപ്പോൾ ചിരിക്കും, ദേഷ്യപ്പെടും, കരയും, ഇതൊക്കെ ചെയ്തു. മകൾ ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും കരയും. അതായത് വികാരങ്ങളൊക്കെ എല്ലാ വികാരങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വേറിട്ടൊരാളെ ഈ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലല്ലാതെ ജനം കാണുന്നത്. സുരേഷ് ഗോപിയെ കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്നറിയോ? സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ദേശാഭിമാനി പത്രത്തിനോട്, മീഡിയ വൺ, മാധ്യമം, പിന്നെ ഇവിടുത്തെ സഖാക്കൾ, പിന്നെ സുഡാപ്പികൾ, ഇത്തരം പേരോടാണ് സുരേഷ് ഗോപി നന്ദി പറയേണ്ടത്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെന്തൊക്കെ ഉണ്ടാക്കി. പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു സ്ത്രീ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചു എന്നതിൻ്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കി. പിന്നെ ഈ സമയത്താണ് ഒരു മീഡിയ വണ്ണിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ പിടിച്ചു. എന്തൊക്കെ കോലാഹലമായിരുന്നു! അറസ്റ്റ് ചെയ്യാൻ വരെ നീക്കം നടന്നു. അങ്ങനെ ഇതെല്ലാം തിരിച്ചടിയായിട്ട് വന്നു. സുരേഷ് കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇത്രയും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ഒരു മനുഷ്യനെ ഇകഴ്ത്താനും നശിപ്പിക്കാനും നടന്ന ഒരു ശ്രമം സുരേഷ് ഗോപിക്ക് നേരെ നടന്നതിനെ പോലെ വേറെ ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്തിട്ടാണ് മനുഷ്യൻ? അയാൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള രാഷ്ട്രീയ പാർട്ടി ചേർന്നു. കേരളത്തിൽ മുകേഷിന് CPM ചേരാം, മുരളിക്ക് CPM സ്ഥാനാർത്ഥിയാവാം, ജഗദീഷിനാവാം, ഗണേഷിനാവാം, അവർക്കെല്ലാം അവരുടെ പാർട്ടികളാവാം. പക്ഷേ ഒരാൾ BJP പോകാൻ പാടില്ല. BJP പോയാൽ, അല്ലെങ്കിൽ BJP അനുഭാവത്തോടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ സഖാക്കളും സുഡാപ്പികളും ഭയങ്കര ആക്രമണമാണ്. അത് ഉണ്ണി മുകുന്ദൻ തുടങ്ങി മോഹൻലാലിന് നേരെ എന്തൊക്കെയാണ്. ഇവിടെ ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസം, ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ആക്രമിക്കും. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യവും സംസ്ഥാനമാണ്. ഒരാൾ BJP ചേർന്ന കുഴപ്പമാണ്. ശോഭന വന്നിട്ട് BJP
ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. എന്തറ്റാക്കായിരുന്നു? എന്തിന് നമ്മുടെ വാനമ്പാടിയായ ചിത്ര ഒരാശംസ നേർന്നു അല്ലേ? അതെ അതെ അതെ. ശ്രീരാമക്ഷേത്രത്തിൻ്റെ ശ്രീരാമ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടിയതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു? നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാൻ വന്ന വാക്ക് വിഴുകി. അതാണ് ശരിക്കും നമ്മൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മിക രോഷം ഇവർ കാണിക്കുന്ന നെറുകേടുകൾ കാണുമ്പോൾ നമ്മളങ്ങ് പറഞ്ഞു പോകും അറിയാതെ. കാരണം ഇവർ ഇതൊക്കെ സഹികെട്ട് ഈ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പാറപ്പുറത്ത് ഈ ധർമ്മടം മണ്ഡലത്തിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന 163, 164 ബൂത്തുകളിൽ ഇവരുടെ മോസ്കോയാണ്. പാർട്ടിക്കാരല്ലാതെ ആരുമില്ല. അവിടെ കിട്ടി BJPക്ക് 200-300 വോട്ടുകൾ. പിണറായി വിജയൻ്റെ മുറ്റത്ത് പാറപ്പുറം ബൂത്തിൽ, പിണറായിയുടെ വീടിരിക്കുന്ന ബൂത്തിൽ ഇവർ ഈ പറയുന്ന പോലെ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി. ഈ അഭിമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇവ കുത്തിക്കൊന്നില്ലേ ഇവിടെ നമ്മുടെ മഹാരാജ് കോളേജിൽ? ആ അഭിമന്യു മരിക്കുന്നതിന് 2 മാസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ സുഡാപ്പികൾ RSSനെ ചാരി ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് വല്ലാതെ കയറുന്നുണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് സഖാക്കളും കൂടെ അറിഞ്ഞുകൊണ്ട് അവനെ തീർത്തത്. എന്നിട്ട് ഇത് നാട് നീളെ പിരിവ് നടത്തി. എത്ര കോടി പിരിച്ചെന്നറിയത്തില്ല. ഒരു വീടുണ്ടാക്കി കിട്ടുന്നു. ബാക്കി കൊണ്ടൊരു പാർട്ടി ഓഫീസും ഉണ്ടാക്കി. അതിന് അഭിമന്യുവിൻ്റെ പേര് കിട്ടും. എങ്ങനെയുണ്ട്? ഓരോ മരണവും വിറ്റ് കാശാക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. അതിൻ്റെ പേര് പിരിവ് നടത്തും. അതിൻ്റെ ഒരു നക്കാപ്പിച്ച് ആ കുടുംബത്തിന് കൊടുക്കും. ബാക്കി അവർ പാർട്ടിയുടെ ആസ്തിയാക്കി മാറ്റും. ഇതല്ലേ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേരളത്തിൽ എത്ര രക്തസാക്ഷികളുണ്ട് നോക്കൂ. ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി മുഴുവൻ ഇവർ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പിരിച്ചതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഈ രക്തസാക്ഷി കൊടുത്തിട്ടുണ്ട്, അവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്? ഒരു തുച്ഛമായ ഒരു വിഹിതം കൊടുത്തിട്ട് ബാക്കി മുഴുവൻ പാർട്ടിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറ്റും. പാർട്ടി അഭിമന്യുവിൻ്റെ പേരിൽ പാർട്ടി ഓഫീസ്, വായനശാല. ഓണർ ആരാ? പാർട്ടി പിണറായി വിജയൻ അല്ലെ ഗോവിന്ദൻ. പിരിവ് ആരുടെ പേരിലാണ് പിരിച്ചത്? അഭിമന്യുവിൻ്റെ പേരിൽ. സമ്പത്തുണ്ടാക്കിയതാരാ? പാർട്ടി അല്ലേ? ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആലോചിക്കണം. ഇപ്പം ഈ മോദി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു. വാചാലനായി ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇതുപോലെ അനുഭവിച്ച ഒരു പാർട്ടി BJP അല്ലാതെ ആരുണ്ട്? 25-30 വർഷങ്ങളായി ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കില്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ചത് ഇവിടുത്തെ അവർ പറയുന്ന ബൂർഷ്വാസിയും ഭരണവർഗവും ആയിരുന്നെങ്കിൽ BJPക്കാരെ ഈ കേരളത്തിൽ പീഡിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, അവരെ സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കും, അവരെ അടിക്കും ഇടിക്കും, വേണ്ടി വന്നാൽ കൊല്ലും. അങ്ങനെ 10-30 വർഷമായി BJPയുടെ പ്രവർത്തകർ കേരളത്തിൽ ഇവർ ഈ പീഡനമൊക്കെ അനുഭവിച്ച് ഒരു സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ പോലും പ്രവർത്തിക്കാൻ അവസരം കിട്ടത്തില്ല എന്നറിഞ്ഞുകൊണ്ട് നിരന്തരം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം ത്യാഗമൊന്നും കമ്മ്യൂണിസ്റ്റുകാരൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ത്യാഗമൊക്കെ സഹിച്ചത് എന്തിനാണെന്നറിയോ? അധികാരത്തിൽ കയറാനാണ്. ഒന്നേ ബാങ്ക് മെമ്പറാവാം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാവാം, MLA ആവാം. പഞ്ചായത്ത് തന്നെ 3 ഉണ്ടല്ലോ: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇഷ്ടംപോലെ അവസരങ്ങളാണ്. ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പണിയെടുക്കുന്നത്. സ്ഥാനത്തിന് വേണ്ടി. BJP നോക്കൂ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ BJPയുടെ പ്രവർത്തകർ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ കഴിഞ്ഞ 10-30 വർഷം പണിയെടുത്തത് ഒന്നും കിട്ടില്ല. സാമൂഹികമായ ബഹിഷ്കരണവും ശാരീരികമായ ആക്രമണവും മാത്രമേ ലഭിക്കൂ എന്നറിഞ്ഞാണ് പ്രവർത്തിച്ചത് അല്ലേ? അതായത് ഒരു പഞ്ചായത്തിൽ പോലും 5-6 ആളുകൾ. അതെ, CPM അനുഭവിച്ചതിനേക്കാളും വലിയ ത്യാഗങ്ങളും സഹനങ്ങളും കടന്നാണ് BJP വന്നത്. ഇപ്പോഴല്ലേ BJP ഒന്ന് നിവർന്നു നിന്നത്? ഇപ്പോഴല്ലേ കേന്ദ്രഭരണം കിട്ടിയത്? ഇപ്പോഴല്ലേ കേരളത്തിലും ജനങ്ങൾ BJP അംഗീകരിച്ചു തുടങ്ങിയത്? BJP അംഗീകരിക്കാത്തതുകൊണ്ടല്ല. BJP അംഗീകരിച്ചാൽ പരസ്യമായി അംഗീകരിച്ചാൽ ഒറ്റപ്പെടുത്തും. പറഞ്ഞാൽ സംഗീത് വിളിക്കും. സംഗീത് വിളിച്ചാൽ ഇപ്പോൾ അതേടാ സംഘിയാണെന്ന് പറയുന്ന ആളുകൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ സംഘിയാണ്, നിനക്കെന്താടാന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സാംസ്കാരിക രംഗത്ത്, സിനിമാ രംഗത്ത്, സാഹിത്യ രംഗത്തൊക്കെ ആളുകൾ മാറി വരുന്നുണ്ട്. ഇവരുടെ ഈ കാലമൊക്കെ, ഇവരുടെ ഓലപ്പാമ്പ് കാട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. കേരളത്തിലെ ഇന്നലെ പറഞ്ഞു നമ്മൾ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് BJPയാണ്. നിയമസഭാ മണ്ഡലങ്ങളിൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവിടുത്തെ 11 ഇടതുപക്ഷ MLA മാർ, 11 ഇടതുപക്ഷക്കാരാ, 2 CPIക്കാരും 9 CPMകാരും. അവരുടെ മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം BJP നേടി. ഏതൊക്കെ മണ്ഡലം വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ. ഇത്രയും മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്. ചെറിയ വ്യത്യാസം 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ കേൾക്കണോ? ഞെട്ടും നിങ്ങൾ. തിരുവനന്തപുരം
കായംകുളം പ്രതിഭ മത്സരിക്കുന്ന കായംകുളത്ത് 2ാം സ്ഥാനത്ത് BJP. അതായത് ഞാൻ നിൽക്കുന്ന ഏരിയ കൂടെ അവിടെ ഭയങ്കര വിഭാഗിത വന്നിട്ട് പ്രതിഭ CPM തമ്മിൽ അടിയോടടിയാണ്. അതെ അതെ അതെ. പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ബ്ലൂ ഫിലിം എടുത്തിട്ട് എടുത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി സ്ക്രീനിൽ ഇട്ട് നേതാക്കന്മാർ കണ്ട സ്ഥലമാണ്. അതെ. അവിടെ 1-2 വനിതകൾ പരാതി പറയുന്നു, സഖാക്കന്മാർ ഞങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിയാണോ, അന്ന് പാർട്ടി കമ്മിറ്റി വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ എംബോക്കികളുടെ ജില്ലയാണ് ആലപ്പുഴ. അതെ, അതിൽ ഈ കായംകുളം, പത്തിയൂര്, ചെട്ടികുളങ്ങര തുടങ്ങിയ മേഖല CPM കുത്തക. അതെ, ബാക്കി പറയാം. ട്രിവാൻഡ്രം, കായംകുളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, രമേശ് ചെന്നിത്തലയുടെ ഏരിയ, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഇവിടെയൊക്കെ BJP 2ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ CPM കുത്തക മേഖലകളിലൊക്കെ വളർച്ച കുതിച്ചു കയറിയിരിക്കുകയാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രവർത്തിച്ചാൽ 30 സീറ്റുകളിൽ BJP നിർണായക ശക്തിയായിട്ട് മാറും. സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ കളിയാക്കിയില്ലേ കേട്ടോ, 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന്. എല്ലാവരും കളി. പിന്നെ 35 സീറ്റ് ഇവന് ഊളയാന്ന് പറഞ്ഞു. 61 സീറ്റേ ഉള്ളൂ പിണറായി വിജയന്. പിണറായി വിജയൻ എന്നിട്ട് കേരളം ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 61 സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് പിണറായിയുടെ കൂടാൻ കുറേ ആളുണ്ടായി. 35 സീറ്റ് BJPക്ക് കേരളത്തിൽ കിട്ടിയാൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ പല പ്രമുഖ പാർട്ടികളും ആ മുന്നണിയിലുണ്ടാവും. 35 സീറ്റ് കിട്ടിയാൽ. സുരേന്ദ്രൻ അന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയത് നിങ്ങൾക്ക് സത്യം അറിയാവുന്നതുകൊണ്ട് അതിനെ കളിയാക്കി അതിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പേടിച്ചു പോയി. 35 സീറ്റ് BJP കിട്ടിയാൽ BJP മുന്നണി കേരളം ഭരിക്കും. ഇതാണ് അവസ്ഥ. ഇതിലേക്ക് മാറിക്കൂടാ. അതിനെയാണ് നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറഞ്ഞത്. കേരളത്തിൽ കാശ്മീരിലെ പ്രവർത്തകർ അനുഭവിച്ചതിനേക്കാൾ പീഡനം കേരളത്തിൽ അനുഭവിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. BJP പ്രവർത്തകർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെയുള്ള ഒരു അവസരത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ സുരേഷ് ഗോപി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ പറയട്ടെന്നേ, അദ്ദേഹം പറയട്ടെ. അതിപ്പോൾ പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ഇന്നലെ പറഞ്ഞു, എല്ലാവരും ഒരു മന്ത്രിയാകാൻ അവസരം നോക്കിയിരിക്കുമ്പോൾ കൂടി എനിക്ക് മന്ത്രിയൊന്നും ആകണ്ട, എനിക്ക് അഭിനയിക്കാൻ കുറേ സിനിമകളുണ്ട്. എന്നിട്ട് 2 വർഷത്തേക്ക് എനിക്ക് മന്ത്രിയാവണ്ട, എനിക്ക് കുറേ സിനിമകളുണ്ട്, ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. അത് കഴിയുമ്പോൾ പറഞ്ഞ് എനിക്ക് മന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 10 വകുപ്പുകളുടെ ഒരു കേന്ദ്രീകരണം എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് ജില്ലയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം. ഈ സുരേഷ് ഗോപിയുടെ വേറൊരു ക്വാളിറ്റി ഞാൻ പറയാം. അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നപ്പോൾ അദ്ദേഹം തൃശ്ശൂർ മണ്ഡലം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിലെ തുക തൃശ്ശൂരിൽ മാത്രമല്ല അദ്ദേഹം വിനിയോഗിച്ചത്, കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു. അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ആ മണ്ഡലത്തിൽ മാത്രം ചെയ്യുമായിരുന്നു. തൃശ്ശൂർ മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. MP-ക്ക് ഇന്ത്യയിൽ എവിടെയും രാജ്യസഭാ MP-ക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാം, ഇന്ത്യയിൽ എവിടെയും. പക്ഷേ തൃശ്ശൂർ പോലും ചെയ്യാതെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രാതിനിധ്യം കൊടുത്ത ഒരു മഹാമനസ്കത സുരേഷ് ഗോപിക്കുണ്ട്. ഈ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഈ MP ഫണ്ട് ഇല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ എടുത്ത് വരെ സഹായം ചെയ്യുന്നില്ലേ? ആർക്കെല്ലാം ചെയ്തു? ആർക്കെല്ലാം? ഇവിടെ മിമിക്രി കലാകാരന്മാർ ഇവിടെ കോവിഡ് കാലത്ത് പട്ടിണി കിടന്നപ്പോൾ അവരെ സഹായിച്ചത് ആരാ? സുരേഷ് ഗോപിയ. ഇവിടെ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ചെണ്ട കൊട്ടുന്നൊരു വിദ്വാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, VS സുനിൽകുമാർ അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പൂരത്തിന് ചെയ്യുന്ന പോലെ കൊട്ടുമെന്ന്. ഈ ചെണ്ട ഉൾപ്പെടെയുള്ള വാദ്യ കലാകാരന്മാർ പട്ടിണി കിടന്നപ്പോൾ അവർക്ക് പൈസ കൊടുത്തു സുരേഷ് ഗോപിയ. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇതൊന്നും തിരിച്ചിട്ടൊന്നും പ്രതീക്ഷിച്ചല്ല, ഒന്നുമല്ല. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഞാനൊരു രാഷ്ട്രീയക്കാരനായി കാണുന്നില്ല. അദ്ദേഹം ഒരു കേരളത്തിൻ്റെ മനസ്സറിയുന്ന ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം വിടുവായത്തരമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന വിടുവായത്തരം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഇന്നലെ കളിയാക്കിയത് എന്താണ്? മന്ത്രി ആവാനില്ലെന്ന്, അതിന് ഇയാളെ ആരും മന്ത്രിയാക്കാൻ പോകുന്നു. എന്തായിരുന്നു? ഇന്ന് വിളിച്ചിട്ടുണ്ട് മന്ത്രിയാവാൻ. അതെ. ഇനി സുരേഷ് ഗോപി മറ്റെന്ന് പറഞ്ഞു, മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് തൃശ്ശൂർ വരെ നീട്ടും. അത് വേണമെങ്കിൽ കളിയാക്കാം, പക്ഷെ വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. വേണം. കാരണം കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മെട്രോയാണ് നമ്മുടെ കൊച്ചി മെട്രോ. മറ്റുള്ളിടത്തൊക്കെ മെട്രോ ഇതിൻ്റെ 4 ഇരട്ടിയൊക്കെ ദൈർഘ്യത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് തൃശ്ശൂർ വരെ നീട്ടാം. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളം ഒരു ഒറ്റ നഗരമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അറിയാം, എല്ലായിടവും ഒരു നഗരമാണ്. ഗ്രാമങ്ങൾ കുറഞ്ഞ് കേരളം ഒറ്റ നഗരമായി മാറിക്കൊണ്ട്, നമ്മൾ ഇവിടുന്ന് കല്ലൂരിൽ നിന്ന് വിട്ടാൽ പാലാരിവട്ടം, എടപ്പള്ളി, കളമശ്ശേരി ഇതെല്ലാം ടൗണുകളാണ്. അത് തൃശ്ശൂർ ആലുവ വിട്ട് കഴിഞ്ഞ പോലെ തന്നെ ആലുവ കഴിഞ്ഞ അങ്കമാലി, അല്ലെങ്കിൽ ആലുവ കഴിഞ്ഞ ദേശം, അങ്കമാലി, ഇങ്ങനെ സ്ഥലങ്ങൾ മുഴുവൻ ടൗണുകളാണ്. അപ്പോൾ വേണമെങ്കിൽ മെട്രോ എന്ന നിലയിൽ നാളെ കൊച്ചി ഒരുപക്ഷെ കോട്ടയം ജില്ലയിലേക്കും, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന GCDA നാളെ കോട്ടയം ജില്ല കഴിഞ്ഞ് പൂത്തോട്ടയ്ക്കപ്പുറത്തേക്കും അങ്കമാലിക്കപ്പുറത്തേക്കും വ്യാപിക്കില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പോൾ ദിശാബോധമുള്ള ഒരു സുരേഷ് ഗോപിയെ ഈ പറയുന്ന കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയാക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കാം. കേരള രാഷ്ട്രീയം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 20 സീറ്റുകളുടെ കാര്യം പറഞ്ഞു, കേരള രാഷ്ട്രീയം വലിയ വഴിത്തിരിവിലാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ അടുത്ത പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നുണ്ട്.
രക്ഷാപ്രവർത്തനങ്ങളുടെ കണക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അതിനകത്ത്. മൂന്നാമത്തെ പ്രോഗ്രസ് പക്ഷേ എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജീവനോപാധിയല്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ പണിയെടുത്താണ് ജീവിക്കുന്നത്. ഗോകുലാണെങ്കിൽ അത്യാവശ്യം സിനിമയൊക്കെ അഭിനയിച്ചാണ് ജീവിക്കുന്നത്. അല്ലാതെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൻ്റെ സർവീസ് ചെയ്തൊന്നും ജീവിക്കേണ്ട ആവശ്യം സുരേഷ് ഗോപിയുടെ മക്കൾക്കില്ലാത്തതുകൊണ്ട് സുരേഷ് ഗോപി കട്ടുമുടിക്കാനുള്ള മാർഗമായി തൻ്റെ അവസരം വിനിയോഗിക്കാതെ, തൻ്റെ സ്ഥാനം വിനിയോഗിക്കാതെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന കാര്യത്തിൽ നിസ്സംശയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ മലയാളികൾക്കും ഉറപ്പുള്ള കാര്യമാണ്. അത് സഫലമാകുന്നതിൻ്റെ തുടക്കമാണ് ഞായറാഴ്ച. സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമുക്ക് എല്ലാ ആശംസകളും നേരാം. കേരളത്തിന് കിട്ടാനുള്ളതും അർഹതപ്പെട്ടതിലേറെയും കിട്ടട്ടെ.